എനിക്ക് നിന്നെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തിൽ, വേറെ ആരുടെ എനിക്കൊന്നുമില്ലടാ. എടാ ഇത്രയും കെഞ്ചിക്കരടാ, ഒന്നും മിണ്ടടാ. ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു, നിനക്കത് പറ്റില്ല, നിനക്ക് പഴയതുപോലെ വേണം, മറ്റിയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു. നീ കരഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അതാ സംഭവം. നീ ഹായ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, മിഥുൻ എന്ന ആൺകുട്ടി ഒരു ഗാഥ എന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്ത വിവരം എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ 1-2 ദിവസമായിട്ട് മൊബൈൽ തുറക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ മുതുകാടിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു ആൺകുട്ടീനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് കൂടുതലും റെക്കമെൻഡേഷനിൽ വരുന്നത്. അപ്പോൾ വരുന്നുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞോട്ട് നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ ഒന്നാമത് നമ്മളും വിഷമത്തിലിരിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളും കൂടിയും കാണാനുള്ളൊരു കെൽപ്പില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോസ് അവോയ്ഡ് ചെയ്ത് പോയത്. പിന്നെ ഈ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഒന്നിക്കാനുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. കാരണം ആരും മുറിഞ്ഞു പോകരുത്, പ്രണയിക്കുന്നവരെല്ലാവരും ഒന്നിക്കണം എന്നൊരു അഭിപ്രായത്തോടാണ് എനിക്ക് യോജിക്കാൻ പറ്റുന്നത്. കാരണം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമൂല്യമായ ഒരു സംഭവമാണ്. അപ്പം അതിൽ ഈ തേപ്പ് അത് ഇതെന്ന് പറയുന്നത് ഒന്നിലും പ്രണയിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രണയിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാതെ സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ സന്തോഷമായിട്ട് പിരിയുക. നമ്മളെ കൊണ്ടാവൂല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കൊണ്ടാവൂല, നമുക്ക് ചേരൂല എന്ന് പറഞ്ഞ് പിരിയുക. അല്ലാണ്ട് സ്വന്തം ഫാമിലിനെ, അച്ഛനെ അമ്മനെ അല്ലെങ്കിൽ ഉമ്മനെ വാപ്പാനെയൊക്കെ മറന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വിഷമിക്കുന്ന, ഒന്നാമതേ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടെ തലവെക്കാനുള്ള ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആ വീഡിയോസൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മറുനാടൻ മലയാളി ഒരു വോയിസ് ക്ലിപ്പ് ഈ ഒരു കുട്ടിയുടെ, ഈ ആൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് അത് വോയിസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോലും നമ്മളെ കാതുകൾ അത് കേട്ടുപോയി. അത് നമ്മളെ സഹജമാണല്ലോ. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിനോട് പറയുന്ന കാര്യങ്ങൾ കാല് പിടിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനതിൽ പ്രണയത്തിനെ അനുകൂലിച്ചുകൊണ്ടല്ല കേട്ടോ ഒരിക്കലും ആ വീഡിയോ ആ വോയിസ് കേട്ടത്. ഞാനൊരു അമ്മ എന്ന നിലയിലാണ് ആ വീഡിയോ കേട്ടത്, അല്ലെങ്കിൽ ഒരു ഉമ്മ എന്ന നിലയിലാണ് ആ വോയിസ് കേട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മകൻ്റെ ആത്മഹത്യക്ക് മുമ്പുള്ള ഒരു പെൺകുട്ടിക്ക്, ഒരു വെറും സ്നേഹത്തിന് ഒരു പുല്ലുവില കൽപ്പിക്കാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് കാല് പിടിക്കുകയാണ്. നീ ഇല്ലാതെ എനിക്ക് പറ്റൂല, നീ ആരെക്കാളും ഇഷ്ടം എനിക്ക് നിന്നെയാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന് തൊട്ട് മുമ്പുള്ള ജീവിക്കാൻ പറ്റൂല, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന നിമിഷത്തിൽ ആ പെൺകുട്ടിയുടെ വോയിസ് ഇടയാണ്. അവൾ റിപ്ലൈ ഒന്നല്ല, അവൾ ഫോൺ എടുക്കാത്ത കാരണം ഇവൻ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വോയിസാണ് ഞാൻ ആ കേട്ടത്. അപ്പം ഇതിൽ എന്ത് പറയാനാണ്? ഇനിയും ഈ പ്രണയിക്കുമ്പോൾ നമുക്ക് കണ്ണും കാതും ഒന്നും കേൾക്കില്ല. അതിൻ്റെ ഇടയിൽ വേറെ ആര് വന്നാലും അല്ലെങ്കിൽ ആര് ഉപദേശിച്ചാലും നമുക്കത് മനസ്സിലാവില്ല. കാരണം ജീവിതത്തിൽ ഏറ്റവും വലുത് അതാണ്. നമുക്ക് എന്താ പറയുക, അതൊരു ഇത് കഴിഞ്ഞ് ഇതില്ലാതെ നമുക്ക് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഇതാണ് ഏറ്റവും വലുത്, നമ്മുടെ ജീവിത ലക്ഷ്യം ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാടിൻ്റെ തന്നെ അഭിമാനമായിരുന്നു എന്ന് പറയുന്നത്. നാഷണൽ ലെവലിൽ പോലും സ്പോർട്സിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു കുട്ടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ഈ കോട്ടയ്ക്കൽ ദേശത്ത് മൊത്തത്തിലുള്ള കുട്ടികൾക്കും ഒരു എൻ്റെ കുടുംബത്തിനോ എനിക്കോ മാത്രമല്ല ചേട്ടനെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ കോട്ടയ്ക്കൽ ദേശത്ത് മൊത്തത്തിലുള്ള കുട്ടികൾക്കും ഒരു ജ്യേഷ്ഠനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എനിക്ക് നിന്നെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തിൽ, വേറെ ആരുടെ എനിക്കൊന്നുമില്ലടാ. എടാ ഇത്രയും കെഞ്ചിക്കരടാ, ഒന്നും മിണ്ടടാ. ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു, നിനക്കത് പറ്റില്ല, നിനക്ക് പഴയതുപോലെ വേണം, മറ്റിയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു. നീ കരഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അതാ സംഭവം. നീ കരഞ്ഞാലോ കരഞ്ഞോട്ടെ. പറ്റില്ല. ഒന്ന് ഞാൻ ഇത്രയും സ്നേഹം ഉണ്ടോ ഇങ്ങനെ പുറകെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ നീ കളഞ്ഞു പോയി കൂടെടാ. ഒന്ന് അവസരം നാടാ, കാല് പിടിക്കാടാ. എനിക്കിഷ്ടമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ എവിടെ കല്യാണം കഴിക്കുള്ളൂ, വേറെ ആരെയും കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ. പ്രണയിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രണയിക്കേണ്ടെന്നൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം പ്രണയിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ശത്രുക്കളാവും, മാതാപിതാക്കൾ അവരുടെ ശത്രുക്കളാവും, ഫാമിലി അവരുടെ ശത്രുക്കളാവും. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രണയത്തിലൊന്നും നമ്മൾ ഇടപെടാൻ ആളല്ല. ഇതേപോലെ തന്നെ പ്രണയത്തിൽ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരാൾ മാത്രമല്ല, ബാക്കിൽ നിങ്ങൾക്ക് ഫാമിലി. അപ്പോൾ നമ്മൾ അത്ര പ്രണയിക്കുമ്പോൾ നമുക്ക് ഫാമിലിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരാളെ പറ്റിയിട്ടോ ഒരു ചിന്ത വരില്ല. അപ്പോൾ ആ പ്രണയിനി അല്ലെങ്കിൽ ആ ഒരു ആര് പ്രണയിക്കുന്ന ആൾ ആ ഒരു ഇതിൽ വരുള്ളൂ.
അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇപ്പോൾ അവരുടെ ഫോണ് ബ്ലോക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ അവരായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് നിന്നെ പറ്റണില്ല, അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് നിങ്ങളുടെ ഈ കുട്ടിക്കളി കൊണ്ട് നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിൻ്റെ തന്നെ മനസ്സമാധാനവും സന്തോഷവും എല്ലാം വേണം. ഇപ്പോൾ ഒരു ആണ് പെണ്ണ് എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിവിടെ ഒരു ആൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൽ ആ പെൺകുട്ടിക്ക് നേരെ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ആൺകുട്ടിയാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ റിമാൻഡിലാവും കാര്യങ്ങളാവും. ശരിയാണ്, ഒരുപാട് അങ്ങനത്തെ വീഡിയോസ് പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഷോർട്സിലായാലും അങ്ങനെയുണ്ട്, ആണുങ്ങൾക്ക് നീതിയില്ല പെൺകുട്ടികൾക്കാണ് നീതി ഉള്ളതെന്നുള്ളതിൽ. അതും ശരിയാണ്. നമ്മളുടെ ഇതിൽ നമ്മുടെ സൊസൈറ്റിയിൽ ആൺകുട്ടികൾ തെറ്റ് ചെയ്താൽ അവർക്കും അതേപോലെ തന്നെ പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾക്കും. കാരണം നമ്മൾ അവർക്ക് കൂടുതൽ നീതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇപ്പോൾ പരമാവധി എല്ലാവരും സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരാണ്. അപ്പം നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് പോരാടാം. ഇതേപോലെയുള്ള തെറ്റുകൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു നീതി കിട്ടിയിട്ട് നമുക്ക് ഒരു മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ ഒരിക്കലും കഴിയാനില്ല. നമ്മളുടെ ഈ ഒരു ടൈം കഴിഞ്ഞു പോകും. ഇനിയും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ചെയ്തതിൻ്റെ പേരിൽ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും ഒരു ബ്ലാക്ക് മാർക്ക്, ഒരു നെഗറ്റീവായിട്ടാണ് ഇനി ആ പെൺകുട്ടീനെ ആരും കാണുള്ളൂ. അവർക്കൊരു ജീവിതം, നല്ല ജീവിതം കിട്ടുമോ എന്ന് പോലും സംശയമാണ്. അതേപോലെ തന്നെ ജീവിതം കിട്ടിയാൽ തന്നെ ആ പെൺകുട്ടിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല, ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നിയില്ല. അതേപോലെ തന്നെ അവൾക്കുണ്ടാവുന്ന കുട്ടികൾ എന്തായാലും ഇത് പിന്തുടർന്ന് വരും. ഒരാളുടെ ജീവൻ എടുത്തതാണ് എൻ്റെ മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കഴിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ രണ്ടുപേരും ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഭീഷണിപ്പെടുത്തുന്നതാണ് എന്ന്. അവർ ഭീഷണിപ്പെടുത്തണം, അവരങ്ങനെ ചെയ്യൂല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ആ തോന്നൽ വെറും തെറ്റാണ്. കാരണം ഒരു ടൈമിൽ അവർക്ക് എന്താണ് ചിലപ്പോൾ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യാചിക്കുന്ന ഒരു പാവങ്ങളായിട്ടുണ്ടാവും. മനസ്സിലായ പാവങ്ങളായിട്ടുണ്ടാവും ഈ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ആൾക്കാർ. എല്ലാം നീ പൊടി എന്നും പറഞ്ഞിട്ട് പോകുന്നവരെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ യാചിക്കുന്നവർ നീ ഇല്ലാതെ പറ്റില്ല, അവർ വെറും ഇവരെ മാത്രം സ്നേഹിച്ചുകൊണ്ടേയിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യത്തെ പ്രണയമായിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി അവരെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ അവർക്ക് ഫാമിലി ഉണ്ടല്ലോ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരിൽ കുറ്റങ്ങൾ ഉണ്ടാവില്ല. അത് ആരായാലും, ആണായാലും പെണ്ണായാലും നിങ്ങളുടെ പേരിൽ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ഒരു കുടുംബത്തിന് എല്ലാം നഷ്ടമായി. അവിടുത്തെ ആകെയുള്ളൊരു ആൺതരി ഒരു അനിയനുണ്ട്, എന്നാലും അത്രയും പ്രായം വരെ വളർത്തി വലുതാക്കിയൊരു മകൻ പോവുക, കൺമുമ്പിൽ നിന്ന് ആ നിമിഷം നഷ്ടപ്പെട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ കണ്ണീര് അതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ആ കൊച്ചിൻ്റെ ആ ആൺകുട്ടിയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.